യുവാക്കൾക്ക് കൂടുതൽ തൊഴിലും സുരക്ഷയും ഉറപ്പാക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ PMVBRY പദ്ധതിയെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയുടെ ഉദ്ഘാടനം ജൂൺ 19 വെള്ളിയാഴ്ച നടക്കും. ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുന്ന മുഖ്യ ചടങ്ങിനോടനുബന്ധിച്ച് അന്നേ ദിവസം വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെ കണ്ണൂർ റബ്കോ ഹൗസിലും പ്രാദേശിക ചടങ്ങ് സംഘടിപ്പിക്കും. MP സദാനന്ദൻ മാസ്റ്റർ, കണ്ണൂർ മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര എന്നിവർ പങ്കെടുക്കുമെന്ന് പ്രൊവിഡന്റ് ഫണ്ട് റീജിയണൽ കമ്മീഷണർ GS ബിന്ദു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രൈം മിനിസ്റ്റർ വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്ന് പറഞ്ഞിട്ടുള്ള ലേബർ മിനിസ്ട്രിയുടെ അണ്ടറിലുള്ള ഒരു തൊഴിൽ മന്ത്രാലയം നടത്തുന്ന ഒരു തൊഴിലാളികൾക്ക് ഔദ്യോഗികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സാമൂഹിക സുരക്ഷ അവരിലേക്ക് കൂടുതൽ എത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു സ്കീം 2025 ഓഗസ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. പ്രൈം മിനിസ്റ്റർ വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്നാണ് സ്കീമിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ കീഴിൽ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും സമാന്തരമായി ആനുകൂല്യങ്ങൾ റിലീസ് ചെയ്യുന്ന ഒരു സ്കീമാണിത്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം പ്രധാനമന്ത്രി വിഗ്യാൻ ഭവനിൽ 19-ാം തീയതി നടത്തുന്ന ഒരു പ്രത്യേക ചടങ്ങിൽ വെച്ച് ഉദ്ഘാടനവും ആനുകൂല്യ വിതരണവും നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ തിരഞ്ഞെടുത്ത ഒരു 200 സെൻറ്റേഴ്സ് ഉണ്ട് കേരളത്തിൽ അങ്ങോളം, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം. അതിൽ 6 റീജിയണൽ ഓഫീസസ് കേരളത്തിൽ നിന്നും പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ റീജിയണൽ ഓഫീസും ഈ ഫംഗ്ഷൻ സംഘടിപ്പിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഓഫീസർ മഹേഷ്, അക്കൗണ്ട്സ് ഓഫീസർ ഷിബിൻ അശോക് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. EPFO വഴി നടപ്പാക്കുന്ന പദ്ധതിക്കായി 99,446 കോടി രൂപയാണ് കേന്ദ്രം വകയിരുത്തിയിരിക്കുന്നത്. 2027 ജൂലൈക്കുള്ളിൽ 3.5 കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. നിലവിൽ കേരളത്തിലെ 10,467 സ്ഥാപനങ്ങളിലെ 1.5 ലക്ഷത്തിലധികം ജീവനക്കാർ ഈ പദ്ധതിയുടെ പരിധിയിൽ വരുന്നുണ്ട്. 1 ലക്ഷം രൂപയോ അതിൽ താഴെയോ ശമ്പളമുള്ള പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് 1 മാസത്തെ EPF വേതനത്തിന് തുല്യമായ തുക 2 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ നൽകുന്നതാണ് പദ്ധതിയുടെ പ്രധാന ആകർഷണം. കൂടാതെ കൂടുതൽ ജീവനക്കാരെ നിയമിക്കുന്ന തൊഴിലുടമകൾക്ക് അവരുടെ കോർപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടുകൾ വഴി പ്രതിമാസ ശമ്പള സബ്സിഡിയും പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.